പ്രിയമുള്ള രക്ഷിതാക്കളെ, സ്കൂൾ വേനൽ അവധിയിലേക്ക് പ്രവേശിക്കുകയാണ്. മാർച്ച് 27 വരുന്ന വ്യാഴാഴ്ച സ്കൂൾ അടക്കുകയാണ്. ജൂൺ 2 സ്കൂൾ ഇനി പുനരാരംഭിക്കുന്നത്, റീഓപ്പൺ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ 66 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘമായ ഒരു വേനൽ അവധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഏപ്രിൽ 8 നമ്മുടെ റിസൾട്ട് ഡേ നടക്കുന്നത്. വേനൽ അവധിയിലേക്ക് കടക്കുമ്പോൾ, ഒരു വെക്കേഷനിലേക്ക് കടക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ഒരുപാട് ആധികളും ഒരുപാട് ആശങ്കകളുമെല്ലാം ഉണ്ടായിരിക്കും. ഈ കാലയളവിൽ വിദ്യാർത്ഥികളെ എങ്ങനെ നമുക്ക് എൻഗേജ് ചെയ്യാൻ കഴിയുമെന്ന ആലോചനകൾ തീർച്ചയായിട്ടും ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിലുണ്ടാവും. സ്കൂളും ആ വിഷയത്തിൽ വളരെ ഗൗരവമായി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പദ്ധതി നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ തയ്യാറാക്കുന്നത്. സ്കൂളിൽ ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന UKG മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഒരു വെക്കേഷൻ ആക്ടിവിറ്റി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. LKG വിദ്യാർത്ഥികളെ അവരുടെ രക്ഷിതാക്കൾ വളരെ കൃത്യമായി ക്രിയേറ്റീവായി നിങ്ങൾ തന്നെ എൻഗേജ് ചെയ്യിക്കുക. 9 വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ക്ലാസ് തുടങ്ങിയത് കൊണ്ട് അവർ അക്കാഡമിക്കലി അവർ എൻഗേജ്ഡ് ആണ്. നമ്മൾ UKG മുതൽ 8 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി 2 പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒന്ന്, അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മാഗസിൻ പ്രിപ്പറേഷനും, മറ്റൊന്ന് അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള സ്കില്ലുകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതിയുമാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മൾ രക്ഷിതാക്കളോട് ആവശ്യപ്പെടുന്നത് ഓരോ ദിവസവും 2 മണിക്കൂർ ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ വിദ്യാർത്ഥികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ലഹരിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ. വിദ്യാർത്ഥികൾക്ക് ലഹരിയിൽ അടിമപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. വിദ്യാർത്ഥികൾക്ക് പഠനം ഒരു ലഹരിയായി കഴിഞ്ഞാൽ മറ്റൊരു ലഹരിക്കും അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ മുതൽ മാർച്ച് വരെയുള്ള 10 മാസ കാലയളവിൽ വിദ്യാർത്ഥികൾ കൂടുതൽ സമയം പഠനത്തിന് വേണ്ടിയാണ് ചെലവഴിക്കുന്നത്. കുറച്ച് സമയം അവർ കളിക്കാൻ വേണ്ടി ചെലവഴിക്കും. വെക്കേഷനിൽ നമുക്കതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കണം. അതായത് കൂടുതൽ സമയം അവർ കളിക്കാനും ഈ ജീവിതത്തെ അനുഭവിക്കാനുമെല്ലാം അവർ സമയം ചെലവഴിക്കുമ്പോൾ കുറച്ച് സമയം പഠനത്തിനും അതുപോലെയുള്ള ആക്ടിവിറ്റീസിനും വേണ്ടി അവർ എൻഗേജ് ചെയ്യണം. പകൽ സമയത്ത് 1 മണിക്കൂറും രാത്രി സമയത്ത് 1 മണിക്കൂറും അവർ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് സ്കൂൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മൊബൈൽ ഉപയോഗത്തിൻ്റെ ഒരു തോത് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ രക്ഷിതാക്കൾ ശ്രമിക്കുകയും ഡിവൈസ് ഡിപ്പെൻഡൻസി ഡിസോർഡർ എന്ന് പറയുന്ന ഈ പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു മാനസിക വൈകല്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോകാതിരിക്കാനുള്ള ജാഗ്രത രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രൊജക്റ്റിലേക്ക് വരികയാണ്. UKG മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ നിന്ന് നമ്മളൊരു ഹാൻഡ് റൈറ്റിംഗ്, കഴ്സീവ് റൈറ്റിങ്ങിൻ്റെ ഒരു പുസ്തകം നൽകുന്നുണ്ട്. ആ പുസ്തകത്തിലെ നിർദ്ദിഷ്ടമായ പേജുകൾ അധ്യാപകർ നിർദ്ദേശം നൽകുന്നതിനനുസരിച്ച് അത്രയും പേജുകൾ കൃത്യമായി എഴുതി അതിൻ്റെ ഫോട്ടോ എടുത്ത് ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് UKG മുതൽ 4 വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. ഈ ടാസ്ക് നടക്കേണ്ടത് രാത്രി സമയത്താണ്. 5, 6, 7 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അവർക്ക് ഒരു പുസ്തകം നൽകുന്നുണ്ട്. സിമ്പിൾ സ്റ്റെപ്സ് ടു ലേൺ ബേസിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു പുസ്തകം, 120 പേജുള്ള ഒരു പുസ്തകം നൽകുന്നുണ്ട്. ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി അധ്യാപകർ പറയുന്ന ചാപ്റ്ററുകൾ പഠിച്ച് അതിൻ്റെ ഹോംവർക്കുകൾ ചെയ്യുക എന്നുള്ളതാണ് ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ടാസ്ക്. 8ാം ക്ലാസ്സുകാർക്ക് അവർക്കൊരു ഓൺലൈൻ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ 1 മണിക്കൂർ സമയം അക്കാഡമിക് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, രസകരമായി പഠിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുകൂടി അതിൻ്റെ കൂടെ ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഒരു പ്രൊജക്റ്റ് കൂടിയുണ്ട്. അത് UKG മുതൽ 8 വരെയുള്ള മുഴുവൻ ക്ലാസ്സുകൾക്കും ഒരേ കാര്യമാണ്. ഈ ഒരു വെക്കേഷൻ കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ മനോഹരമായ ഒരു മാഗസിൻ ഉണ്ടായിരിക്കണം. ആ മാഗസിനിലെ ഓരോ പേജുകളും അവർ തയ്യാറാക്കിയതായിരിക്കണം. അപ്പോൾ ആ മാഗസിന് വേണ്ടി അവർ തയ്യാറാവുകയാണ് ഏപ്രിൽ 8 മുതൽ. ഏപ്രിൽ 8 വരെയുള്ള ദിവസങ്ങൾ അവർക്ക് ഒരു ടാസ്കുമില്ല. അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാനും അതുപോലെയുള്ള വിരുന്നിനുമുള്ള സമയമാണ്. അത് കഴിഞ്ഞാലും അവർക്ക് വിരുന്ന് തുടരാവുന്നതാണ്. എന്നാൽ ദിവസത്തിൽ 2 മണിക്കൂർ സമയം അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. പകൽ സമയത്ത് 1 മണിക്കൂർ അവർ സ്പെൻഡ് ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാനാണ്. ഒന്നുകിൽ അവർക്ക് തയ്യാറാക്കേണ്ടത് ഒരു ചെറിയ കൊച്ചു കവിതയായിരിക്കാം, ഒരു കൊച്ചു കഥയായിരിക്കാം, അല്ലെങ്കിൽ അവർ വായിച്ചൊരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിരിക്കാം,
അതല്ലെങ്കിൽ ഒരു ലേഖനമായിരിക്കാം. ഏതാണോ അധ്യാപകർ ആവശ്യപ്പെടുന്നത് ആ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആ പോം അല്ലെങ്കിൽ ആ ഒരു പ്രോസ് അവർ തയ്യാറാക്കുന്നു. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ഓരോ വിദ്യാർത്ഥിയുടെയും കയ്യിൽ മനോഹരമായ ഒരു കയ്യെഴുത്ത് മാഗസിൻ ഉണ്ടാവണം. ഇങ്ങനെ 2 ടാസ്കുകളിലൂടെ അവരെ എൻഗേജ് ചെയ്യാനാണ് സ്കൂൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സംരംഭത്തോട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സഹകരിക്കണം എന്നാണ് സ്കൂളിന് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ മക്കളെ ക്രിയാത്മകമായി എൻഗേജ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. UKG മുതൽ 4 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള കേഴ്സീവ് റൈറ്റിംഗിന്റെ പുസ്തകവും അവർക്ക് വർക്ക് ബുക്ക് എന്ന രീതിയിലുള്ള ഒരു നോട്ട് പുസ്തകവും റിസൾട്ട് ഡേയുടെ അന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് വിതരണം ചെയ്യും. ഈ 2 ബുക്കിനും കൂടി 100 രൂപയാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. 5, 6, 7 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ സിമ്പിൾ സ്റ്റെപ്സ് ടു ലേൺ ബേസിക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പുസ്തകം 120 രൂപയുടെ ആ പുസ്തകവും 30 രൂപയുടെ ഒരു നോട്ട്ബുക്കുമാണ് വാങ്ങിക്കേണ്ടത്. 150 രൂപയാണ് ആ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നൽകേണ്ടത്. മാഗസിന് വേണ്ടി ഇവിടുന്ന് ഒരു മെറ്റീരിയലും നൽകുന്നില്ല. അതിനു വേണ്ട A4 ഷീറ്റ്, ചാർട്ട്, അതുപോലെയുള്ള മറ്റ് പേപ്പറുകളെല്ലാം നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങി അതിനുവേണ്ടി തയ്യാറാകാവുന്നതാണ്. റീഓപ്പൺ ചെയ്തതിന് ശേഷം ബെസ്റ്റ് മാഗസിൻ, ഓരോ ക്ലാസ്സിലെയും ബെസ്റ്റ് മാഗസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും അവർക്കുള്ള അനുമോദന മെഡലുകൾ നൽകുകയും ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ അസസ്മെന്റുകൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ ഭാഗമായിട്ടും ഈ പുസ്തകം പഠനത്തിന്റെ ഭാഗമായിട്ടും അസസ്മെന്റുകൾ നടക്കുന്നുണ്ട്. 50 മാർക്കിന്റെ ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലും ഓരോ ക്ലാസ്സിലെയും ബെസ്റ്റ് പെർഫോമറെ നമ്മൾ സെലക്ട് ചെയ്യും. അവർക്കുള്ള അവാർഡും നമ്മൾ സ്കൂൾ റീഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നൽകുന്നുണ്ട്. ഈ കാര്യം രക്ഷിതാക്കളെ അറിയിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പ്രോസസ്സിൽ ജോയിൻ ചെയ്യുകയും ഇതിനാവശ്യമായ പുസ്തകങ്ങൾ ഒന്നുകിൽ നേരത്തെ സ്കൂളിൽ നിന്ന് 27-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഗൾഫിൽ പോവുക, മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ നാട്ടിൽ നിന്ന് പോകുന്നവർ നിർബന്ധമായും 27-ന് തന്നെ ആ പുസ്തകങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത രക്ഷിതാക്കളും വിദ്യാർത്ഥികളും 8-ാം തീയതി റിസൾട്ട് ഡേക്ക് വരുന്ന സമയത്ത് കേഴ്സീവ് റൈറ്റിംഗിന്റെ പുസ്തകവും അതോടൊപ്പം തന്നെ സിമ്പിൾ സ്റ്റെപ്സ് ടു ലേൺ ബേസിക് ഇംഗ്ലീഷ് എന്ന പുസ്തകവും അതിനാവശ്യമായ വർക്ക് ബുക്കും നിങ്ങൾ കളക്ട് ചെയ്യണം എന്നറിയിക്കുന്നു. ഓരോ ക്ലാസ് ടീച്ചേഴ്സും അതിൻ്റെ കോർഡിനേറ്റേഴ്സും അതിനാവശ്യമായ എല്ലാ ഫോളോ അപ്പുകളും നൽകുന്നതാണ്. സ്കൂൾ ടോട്ടൽ കോർഡിനേഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇതുമായി സഹകരിക്കുകയും നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു വെക്കേഷൻ നമുക്ക് എൻഗേജ് ചെയ്യാൻ കഴിയണം. എല്ലാ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ ഒരു വെക്കേഷൻ നല്ല ഒരു വെക്കേഷൻ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു.